കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കേസിൽ ഇതുവരെ 3 പേർ അറസ്റ്റിലായി. മറ്റൊരാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഇപ്പോൾ 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കാർത്തു, നിലവിൽ കൊടുവള്ളി പോലീസ് ഇപ്പോൾ കർണാടക കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടത്തി വരുന്നത്. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് 2 പേരാണ്. ഈ 2 പേർ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളാണ്. റിസ്വാൻ, അതുപോലെ തന്നെ അനസ്. ഈ 2 പേരെയാണ് കഴിഞ്ഞ ദിവസം കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു കേസിൽ, അതായത് അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടു പോകാൻ സഹായം നൽകിയിട്ടുള്ള 2 പേരെയാണ് ഇപ്പോഴും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു വൈരാഗ്യം ഉള്ള, അല്ലെങ്കിൽ ഇതിലേക്ക് കൃത്യമായി കേന്ദ്രീകരിക്കുന്ന ആളുകളിലേക്ക് കൊടുവള്ളി പോലീസിനെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും 2 പേരെയും കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവർ കർണാടക കേന്ദ്രീകരിച്ച് മൈസൂരിലാണ് എന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കർണാടക കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും കൊടുവള്ളി പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ കൂടിയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ അന്നൂസ് റോഷന്റെ വീട്ടിലേക്ക് 5 പേരടങ്ങുന്ന സംഘങ്ങളാണ് വീട്ടിലേക്ക് കയറി ചെന്ന അന്നൂസിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടു പോയത് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്ന ഒരു കാര്യം. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരത്തിലൊരു വൈരാഗ്യത്തിലേക്കും തട്ടിക്കൊണ്ടു പോകലിലേക്കും കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ താമരശ്ശേരിയിൽ ഹാജരാക്കിയ ഈ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിലവിൽ അന്നൂസ് റോഷനെ കണ്ടെത്താനായിട്ടില്ല. അന്നൂസ് റോഷൻ എവിടെയാണ് എന്നുള്ളതിൽ ഒരു കൃത്യത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിനൊരു ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ള റിസ്വാൻ ഈ കാറിനോടൊപ്പം, ഈ 5 അംഗ സംഘം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന കാറിനോടൊപ്പം മറ്റൊരു ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന റിസ്വാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിസ്വാനെ ഈ കേസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ റിസ്വാനെ കൂടുതലായി ചോദ്യം ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിയാവുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും റിസ്വാനെയും അതുപോലെ തന്നെ അനസിനെയും കേസിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനായി ഇന്ന് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റു 2 പ്രതികൾക്കായുള്ള അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. കാർത്തു, ശരി. കോഴിക്കോട് കൊടുവള്ളിയിലാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയ യുവാവിനെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. ഇവരുടെ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. അഭിന പി സുറക്കലാണ് വിവരങ്ങൾ നൽകിയത്.